പാരമ്പര്യമായിട്ട് പല ആൾക്കാർക്കും മൈഗ്രെയിൻ വരാറുണ്ട്. എന്നാൽ പുതിയ സ്റ്റഡീസ് ഒക്കെ പറയുന്നത് നിങ്ങൾക്ക് ജനറ്റിക് ആയിട്ടാണ് മൈഗ്രെയിൻ വരുന്നതെങ്കിലും മൈഗ്രെയിനിന് കാരണമാവുന്ന ജീൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ധാരാളം ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിലൊന്ന് ഉറക്കമാണ്. റെഗുലർ ആയിട്ട് ഒരേ സമയത്ത് ഉറങ്ങാതിരിക്കുക, ഉറക്കം ബ്രേക്ക് ആയി പോവുക എന്നിങ്ങനെയുള്ള പല ഫാക്ടേഴ്സും മൈഗ്രെയിനിന് കാരണമാവുന്ന ജീൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാം. രണ്ടാമത്തെ ഫാക്ടർ ഡൈജഷൻ ആണ്. ആഹാര രീതി, ഡയറ്റ് എന്നിവ കറക്റ്റ് ആവാതിരിക്കുമ്പോൾ പല ആൾക്കാർക്കും മൈഗ്രെയിൻ കോമൺ ആയിട്ട് കാണാറുണ്ട്. 3 മാനസിക പ്രശ്നങ്ങളാണ്. ആങ്സൈറ്റി, ഡിപ്രഷൻ, അമിതമായ മെന്റൽ ടെൻഷൻ, സ്ട്രെസ്, ADHD അഥവാ കുട്ടികളിൽ ഉണ്ടാകുന്ന ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡേഴ്സ് എന്നീ കാര്യങ്ങളൊക്കെ ജനറ്റിക് ഫാക്ടേഴ്സിനെ ബാധിക്കാറുണ്ട്. സോ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ടാണ് മൈഗ്രെയിൻ വരുന്നതെങ്കിൽ പോലും ജനറ്റിക് ഫാക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടെത്തി പരിഹരിക്കുകയും കൃത്യമായ ട്രീറ്റ്മെന്റ് ഉറപ്പുവരുത്തുന്നതിലൂടെയും മൈഗ്രെയിൻ തലവേദനകൾ ഇഫക്റ്റീവായ രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയും. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യുക. ബൈ.